ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭരണഘടനയേതര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ SC/BCS അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ സി, 105. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ. ആൻസർ ഓപ്ഷൻ എ, പ്രേം ബിഹാരി നരേൻ റൈസാദ. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തതും ഇലിസ്ട്രേഷൻ നടത്തിയതും നന്ദലാൽ ബോസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ, ബീഹാർ. SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 356. ഇനി ബേരുബാരി കേസ് 1960 നടന്നത്. 1960 ബേരുബാരി കേസ്. അപ്പം അതുപ്രകാരം സുപ്രീം കോടതി എന്താണ് വിധിച്ചത്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് വിധിച്ചു. ഇനി കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 നടന്നത്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 നടന്നത്. ഇത് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യുമ്പോൾ മൗലിക അവകാശങ്ങൾ, അടിസ്ഥാന ആശയങ്ങൾ ഇവയെല്ലാം സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. അപ്പം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 368. അതും കൂടെ ഓർത്തു വച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, ലക്ഷ്യപ്രമേയം, ഡോക്ടർ BR അംബേദ്കർ. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 1, 2, 4. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പം അതിനകത്ത് തെറ്റായിട്ടുള്ളത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, അതെന്തായാലും ഇല്ല. ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത? ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, പാർലമെൻറ്റ്. ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, 1, 2. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ, പ്ലേറ്റോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 4 ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പം തെറ്റായിട്ടുള്ളത് ഏതാണ്? ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അപ്പം ആരാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നതിൽ ഏത് അവകാശത്തെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള
അവകാശം. അപ്പോൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 32നെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1949 നവംബർ 26. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ആൻസർ ഓപ്ഷൻ സി, 1951. ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദി എബോവ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ, 2, 3. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലുള്ളതായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? 22 കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഈ 22 കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. എന്നാണ് നിലവിൽ വന്നത്? 29 ഓഗസ്റ്റ് 1947 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതുപോലെ ക്രിഡൻഷ്യൽ കമ്മിറ്റി അംഗം അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആയിരുന്നു. ക്രിഡൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആയിരുന്നു. ഇത് രണ്ടും നേരത്തെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി, 2, 3. മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്? അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി, 2, 3. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. അപ്പം അർദ്ധ ഫെഡറൽ സംവിധാനം എവിടെ നിന്നാണ് കടമെടുത്തത്? കാനഡയിൽ നിന്നാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായം കടമെടുത്തിട്ടുള്ളത്. ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി, 1, 3. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം എവിടെയാണ് വരുന്നത്? 21 ആർട്ടിക്കിൾ 21A ആണ് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം വരുന്നത്. അപ്പം 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ ആർട്ടിക്കിൾ 21A പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണം. അപ്പോൾ ഏതാണ്? 2002 86-ാം ഭരണഘടനാ ഭേദഗതി. 2002 86-ാം ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1-ന്. 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്
ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ ഇതും കൂടെ ഓർത്തു വച്ചേക്കുക. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 3. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആൾ ഓഫ് ദി എബോ. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 3. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 12ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 74ാം ഭേദഗതിയാണ്. 12ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 74ാം ഭേദഗതിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 73ാം ഭേദഗതി ഏതാണ്? 11ാം ഷെഡ്യൂളിലാണ് 73ാം ഭേദഗതി പറഞ്ഞിരിക്കുന്നത്. അപ്പം 74ാമത്തെ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താ? മുനിസിപ്പാലിറ്റികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം. മുനിസിപ്പാലിറ്റികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരമാണ് 74ാമത്തെ ഭരണഘടനാ ഭേദഗതി. 12ാം ഷെഡ്യൂളിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആൾ ഓഫ് ദി എബോ. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി 1, 2. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ എ 1, 3. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ആൻസർ ഓപ്ഷൻ എ 1, 3. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല? ആൻസർ ഓപ്ഷൻ ബി ചൂഷണത്തിനുള്ള അവകാശം. 65 ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പ്. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരം കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. ആൻസർ ഓപ്ഷൻ ബി 30 ദിവസം. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? ആൻസർ ഓപ്ഷൻ എ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ദേശീയ വനിതാ കമ്മീഷന്റെ 2024 അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ രേഖാ ശർമ്മ. 2025 ആരാണ്? വിജയ കിഷോർ രാഹത്കർ ആണ് 2025. അതായത് ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രാഹത്കർ. താഴെ പറയുന്ന അവകാശങ്ങളിൽ
കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? ആൻസർ ഓപ്ഷൻ ഡി. സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ. 1, 3 മാത്രം. നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. ഈ ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ലോക്സഭയിലാണ് ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിലെ ദ്വിമണ്ഡല സമ്പ്രദായം ബൈകാമറലിസം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ. കർണാടക. അപ്പം ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ്. ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ്. ഏതൊക്കെയാ? ആന്ധ്ര, ബീഹാർ, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ആൻസർ ഓപ്ഷൻ സി. ബ്രിട്ടൻ. അപ്പോൾ ഈ കടമെടുത്ത ആശയങ്ങൾ ഉള്ള വിശദമായിട്ടുള്ള നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ എത്ര പേരാണുള്ളത്? 3 അംഗങ്ങളാണുള്ളത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും. അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിയാണ്. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് പാസ്സാക്കേണ്ടി വരും. പാർലമെൻറ്റിൻ്റെ 2/3 ഭൂരിപക്ഷത്തിൻ്റെ പ്രമേയം ആവശ്യമാണ്. അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. അടുത്തത്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? ആൻസർ ഓപ്ഷൻ ബി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി. മാർക്ക് റൂട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ള ആയിരുന്നു. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 തെറ്റ്, 2 ശരി. അപ്പോൾ ഇവിടെ തെറ്റ്. കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? അച്യുത മേനോനായിരുന്നു മുഖ്യമന്ത്രി. ഇവിടെ കൊടുത്തിരിക്കുന്ന പട്ടം താണുപിള്ള എന്നാണ്. അപ്പോൾ കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു? അച്യുത മേനോനായിരുന്നു കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോൾ മുഖ്യമന്ത്രി. കാലക്രമത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ സി. 4 IRDP, 2 JRY. ആദ്യം തുടങ്ങിയത് IRDP, അത് കഴിഞ്ഞിട്ട് JRY, പിന്നീട് SGRY, പിന്നീട് MGNREGS. ഇതാണ് അതിൻ്റെ കാലക്രമം. ഇപ്പോൾ MGNREGS തുടങ്ങിയത് എന്നാണ്? 2006 തുടങ്ങിയത്. 2006. പിന്നീട് JRY തുടങ്ങിയത് 1989. SGRY തുടങ്ങിയത് 2001. IRDP തുടങ്ങിയത് 1980. അടുത്ത ക്വസ്റ്റ്യൻ. 2008
കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 3, 4. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണ്. അത് രണ്ടുമാണ് തെറ്റ്. അടുത്തത് ഭരണഘടന അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി 4, 3, 2, 1. അനുച്ഛേദം 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. അനുച്ഛേദം 243K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനുച്ഛേദം 243I സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി കേരളം. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ നവജീവൻ. അടുത്ത ക്വസ്റ്റ്യൻ, വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി. അഭയകിരണം, മംഗല്യ ആശ്വാസനിധി, സഹായഹസ്തം. ഇന്ത്യയിൽ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. ആൻസർ ഓപ്ഷൻ ബി സുമൻ ബെറി. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 1, 3 മാത്രം. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? ആൻസർ ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ. കൂടുതൽ അധികാരത്തോടെ കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ആൻസർ ഓപ്ഷൻ ബി കാനഡ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? ആൻസർ ഓപ്ഷൻ ബി വനം. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ആൻസർ ഓപ്ഷൻ സി 4 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ആൻസർ ഓപ്ഷൻ ഡി പോർച്ചുഗൽ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി 1 മാത്രം. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. കാലക്രമത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അതായത് 3, 1, 2, 4. പണ്ടാരപ്പാട്ട വിളംബരം, കൊച്ചി കൂട്ടായ്മ നിയമം, മലബാർ കൂട്ടായ്മ നിയമം, കേരള സ്റ്റേറ്റ് ഓഫ് ഏവിയേഷൻ പ്രോസസ്സിംഗ് ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 2, 3, 4, 1. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1, 3. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലയിലാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്? വയനാട്ടിലും പാലക്കാടുമാണ് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത്. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി?
ആൻസർ ഓപ്ഷൻ ബി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ പട്ടികവർഗ വിഭാഗങ്ങളുടെ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി 1950. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി 1995. ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര്? ആൻസർ ഓപ്ഷൻ എ IBRD. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ? ഇതിനകത്ത് ഓപ്ഷനകത്തില്ല ആൻസർ. അപ്പോൾ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 2. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി 1 മാത്രം. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി only 1 and 2. 1, 2. ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി only 2 and 3. ഇലക്ടറൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബോ എല്ലാം ശരിയാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി only 1 and 2. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ എ ആൾ ഓഫ് ദി എബോ 1, 2, 3. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ അധികാരങ്ങളിൽ വരുന്നതാണ്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ 2, 3. 74 ഭേദഗതിയിലൂടെ നഗരപാലികാ സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏത് അനുച്ഛേദ പ്രകാരമാണ്? ആർട്ടിക്കിൾ 226. അതുപോലെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഏതാണ്? 1976 42ാമത് ഭരണഘടനാ ഭേദഗതി. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 2. ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്.
സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 3. എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി അബോ. എല്ലാം ശരിയാണ്. 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1, 3, 4. തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. എന്താണ് കാക്ക കലേക്കർ കമ്മിറ്റി എന്ന് പറയുന്നത്? കാക്ക കലേക്കർ കമ്മിറ്റി 1953 നിലവിൽ വന്നത്. 1953 നിലവിൽ വന്നത്. ആർട്ടിക്കിൾ 340 പ്രകാരം 1953 നിലവിൽ വന്നത്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ തിരിച്ചറിയുകയും അവരുടെ ഉന്നമനത്തിനായുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. എന്താണ്? സാമൂഹികവും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ തിരിച്ചറിയുകയും അവരുടെ ഉന്നമനത്തിനായുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ആൻസർ ഓപ്ഷൻ സി അവശിഷ്ട അധികാരങ്ങൾ. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി പാർലമെന്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 3 ശരി. വക്കം പുരുഷോത്തമൻ, പി ശ്രീരാമകൃഷ്ണൻ. പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? ആൻസർ ഓപ്ഷൻ ബി പാർട്ട് 2. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏക പൗരത്വം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. അപ്പോൾ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1955. സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിൽ വന്നത് 1955. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പൗരത്വം ലഭിക്കുന്നത്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം. അങ്ങനെ 5 രീതിയിലാണ് പൗരത്വം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം. ഇനി ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? 3 രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. പരിത്യാഗം, പൗരത്വം നിർത്തൽ ചെയ്യൽ, പൗരത്വ അപഹരണം. അങ്ങനെ 3 രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. ഇപ്പം നമുക്ക് പൗരത്വം കിട്ടുന്നത് എത്ര വഴിയാണ്? 5 വഴിയിലൂടെയാണ് പൗരത്വം ലഭിക്കുന്നത്. അപ്പം നഷ്ടപ്പെടുന്നത് എത്ര വഴിയിലൂടെയാണ്? 3 വഴിയിലൂടെയാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. പരിത്യാഗം, പൗരത്വം നിർത്തൽ ചെയ്യൽ, പൗരത്വ അപഹരണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 1 തെറ്റ്, 2, 3 ശരി. കേരളത്തിൽ നിന്നും 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. 1ാമത്തെ തെറ്റാണ്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അപ്പോൾ രാജ്യസഭാ അംഗങ്ങൾ എത്ര വർഷമാണ് കാലാവധി? 6 വർഷമാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി.
അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത്. മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, രണ്ടും തെറ്റ്. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, 1, 3. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ, ആൾ ഓഫ് ദി എബോ. 1, 2, 3. സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി, 1, 3. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. തെറ്റായിട്ടുള്ളത് വിജിലൻസ് കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത് ഹൈക്കോടതിയാണ്. വിജിലൻസ് കോടതിയാണ് വിജിലൻസ് കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 2, 3. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ, എല്ലാം ശരിയാണ്. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ, 2, 3. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, എല്ലാം ശരിയാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം. 2020-21 സാമ്പത്തിക സർവേ പ്രകാരം 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് ഇപ്പോൾ നമുക്ക് ഇത് വേണ്ട, അതിന് പകരം 2024-25 GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 6.30%. 6.30%. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, ആമുഖം. ആമുഖത്തിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത്. ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബർക്കർ. ഏണസ്റ്റ് ബർക്കർ എന്താണ് വിശേഷിപ്പിച്ചത്? ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചു. ഇനി ആമുഖത്തെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർ ദാസ് ഭാർഗവ്. താക്കൂർ ദാസ് ഭാർഗവ് എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഹൃദയവും ആത്മാവും. ആമുഖത്തെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. ഇനി ആമുഖത്തെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആത്മാവും താക്കോലും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർക്കർ. ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവ്. ആത്മാവും താക്കോലും എന്ന് ഭരണഘടനയെ വിശേഷിപ്പിച്ചത്
ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ ഡി, പി.കെ. തുങ്കൻ കമ്മിറ്റി. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ സി, അനുച്ഛേദം 32. അനുച്ഛേദം 226 ഹൈക്കോടതിക്ക് റിട്ട് അധികാരം. ഹൈക്കോടതിയുടെ റിട്ട് അധികാരമാണ് അനുച്ഛേദം 226. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? ആൻസർ ഓപ്ഷൻ എ, അയർലൻഡ്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. സഞ്ജീവ് ഖന്നയാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്, സഞ്ജീവ് ഖന്ന. തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം. ആൻസർ ഓപ്ഷൻ എ, പാട്ടം വിളംബരം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. ആൻസർ ഓപ്ഷൻ സി, റവന്യൂ മന്ത്രി. അപ്പോൾ ഇപ്പോഴത്തെ ആരാണ്? കെ രാജനാണ് ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രി കെ രാജൻ. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ എ, ഓപ്പറേഷൻ വാത്സല്യ. അപ്പം ഇത്രയേ ഉള്ളൂ, നല്ലോണം പഠിച്ചു വെക്കുക. ഇനി ജോഗ്രഫിയുടെ ഒരു 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.